ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. എന്നെ പ്രതി നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഈ വചനം വായിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മുൻപിലേക്ക് തെളിഞ്ഞു വരുന്നത് സഭാ അധികാരികളാണ്. അതൊരു കോൺഗ്രിഗേഷൻ്റെ, സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ്റെ ഒരു പ്രൊവിൻഷ്യലോ ജനറലോ ആയിക്കൊള്ളട്ടെ, സിറോ മലബാർ സഭയുടെ അധികാരികളായിക്കോട്ടെ, മറ്റ് ഏത് കോൺഗ്രിഗേഷൻ്റെ അധികാരികളായിക്കോട്ടെ, മന്ത്രിമാരാവട്ടെ, MLA മാരാവട്ടെ. ഒരിക്കൽ ഉർവശിയുടെ ഏതോ ഒരു പടം, ഒരു സിനിമ, അതിൽ ഇപ്രകാരം കാണിക്കുന്നുണ്ട്: ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ഉർവശി ഒരു മന്ത്രിയാകുന്നു. മന്ത്രി ഒപ്പിടേണ്ട പേപ്പറുകൾക്കിടയിൽ തിരികെ വെച്ച് മന്ത്രിയുടെ സെക്രട്ടറി ഒപ്പുകൾ വാങ്ങിക്കൂട്ടി അനധികൃതമായി പല ഇടപാടുകളും നടത്തുന്നു. പലപ്പോഴും സഭാ അധികാരികൾ അവരുടെ സെക്രട്ടറിമാരായിട്ടും അവരുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ അന്ധമായി വിശ്വസിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനും 1-2 ഇടങ്ങളിൽ ഈ സെക്രട്ടറി പദം അലങ്കരിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോന്നും പേപ്പറുകളും കൊണ്ട് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വിശ്വാസത്തിൻ്റെ ആധിക്യം മൂലം അവരത് സൈൻ ചെയ്ത് ഒപ്പിട്ട് തരാറുമുണ്ട്. എന്നായാൽ ഞാൻ മറ്റൊരു വൈദികനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 12 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ജോലി ചെയ്തിട്ടുമുണ്ട്. എത്രയേറെ വിശ്വാസവും സ്നേഹവും നമ്മുടെ മേലുണ്ടെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഒപ്പിടാനായിട്ട് കൊടുത്താൽ, ഒരു ചെക്ക് സൈൻ ചെയ്യാനായിട്ട് കൊടുത്താൽ അതിൻ്റെ നാരും വേരും അരിച്ച് അതിൻ്റെ എമൗണ്ടും അക്കങ്ങളും അക്ഷരങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കി ഒരമണിക്കൂറെങ്കിലും നമ്മളെ അവിടെ നിർത്തി പിഴിഞ്ഞ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും കണ്ടുപിടിച്ച് തിരുത്തി വീണ്ടും തിരുത്തി അത് സമ്പൂർണമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സൈൻ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയെയാണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. എത്രയേറെ സമയം എടുക്കേണ്ടി വന്നാലും താൻ ഒപ്പിടുന്ന ആ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു ചെക്ക് അത് തൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ് എന്ന ബോധ്യം കൊണ്ട് എത്രമാത്രം സമയം ചെലവഴിക്കണമോ അത്രമാത്രം സമയം ചെലവഴിച്ച് അദ്ദേഹം അങ്ങനെ ഒപ്പിട്ട് തരുമ്പോൾ, നമ്മളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ച് എൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്ന ആലഞ്ചേരി പിതാവ് ഒപ്പിട്ട രേഖകളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയോ, അന്നു മുതൽ എനിക്ക് ആ വൈദികൻ ഒരാരാധനാ പാത്രമായി. കാരണം മറ്റൊന്നുമില്ല, നമുക്കറിയില്ല ആ പിതാവ് തൻ്റെ വിശ്വസ്തരെ വിശ്വസിച്ചതാണോ അദ്ദേഹത്തിനുണ്ടായ ഈ പേരുദോഷങ്ങൾക്കെല്ലാം ആധാരമെന്ന്. സഭയിൽ നടക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം ആ ഒപ്പിൽ നിന്നാണ്. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ വീണുപോയ തൻ്റെ വിശ്വാസത്തിൻ്റെ ആധിക്യം കൊണ്ടും വിശ്വസ്തരോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടുമാണ് ആ പിതാവ് ഇപ്പോൾ സഹിക്കുന്നത്. നമുക്കറിയില്ല ഒന്നും. എങ്കിൽ പോലും തമ്പുരാനെ പ്രതി മനുഷ്യരെ വിശ്വസിച്ചിട്ട് ചതിക്കപ്പെട്ട ഒരു വ്യക്തിയേക്കാൾ വേദനിക്കുന്നവൻ മറ്റൊരാളും കാണത്തില്ല. എന്നെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സഭയിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും ആദ്യമൊക്കെ അതിന് ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, സഭയിലായാലും രാഷ്ട്രീയത്തിലായാലും. എന്നാൽ ഇന്നത് മണ്ണിനോട് ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങുകയാണ്. കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് കരുതലും നമ്മൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് വചനം പറയുമ്പോൾ പീഡനത്തിനുള്ള സാധ്യതകൾ ഒരുപാട് നമ്മുടെ മുൻപിലുണ്ടെന്നും നമ്മൾ കൂടുതൽ
നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഡോക്യുമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിലൊക്കെ തമ്പുരാൻ്റെ കൃപ, തമ്പുരാൻ നമുക്ക് കണ്ണും കാതും മനസ്സും വിവേകവും ബുദ്ധിയും അറിവും വിദ്യാഭ്യാസവും തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കി ചെയ്യണമെന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുകയാണ്. അധികാരം വഹിക്കുന്ന സഭയിലേക്ക് എല്ലാവരെയും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും അടുപ്പമുള്ള സ്റ്റാഫുകളെ ഓരോരുത്തരെയും ഈശോയുടെ മുമ്പിൽ വെച്ചിട്ട് നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കാൻ ദൈവം വിളിക്കുമ്പോൾ, അവിടുത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവിടുത്തെ പ്രതി പീഡനം കൊടുക്കാനായിട്ട് ആളുകൾ കാത്തിരിക്കുമ്പോൾ കൂടുതൽ വിവേകത്തോടെ ദൈവവിചാരത്തോടെ നമ്മുടെ സഭാധികാരികൾ ഓരോരുത്തരും അവരുടെ പ്രവൃത്തികൾ ചെയ്യാൻ ഇടയാവട്ടെ. അതുപോലെ തന്നെ കണ്ണടച്ച് നമുക്ക് ഒപ്പിട്ട് തരുന്ന അത്രയ്ക്ക് വിശ്വാസമുള്ള അധികാരികൾ നമുക്കുണ്ടെങ്കിൽ അവരെ ചതിക്കാതിരിക്കാൻ, അവരുടെ നമ്മുടെ മേലുള്ള വിശ്വാസത്തിനും അവരുടെ ദൈവവിശ്വാസത്തിനും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ കാക്കാനുമുള്ള ഒരു കടമ നമുക്കുമുണ്ട്. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എല്ലാ സഭാധികാരികളെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. തെറ്റ് ചെയ്യാതെ കുറ്റമേറ്റെടുക്കാനുള്ള അവസ്ഥ അവർക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭാസമൂഹത്തെ സ്നേഹത്തിലും ശക്തിയിലും ഒന്നിപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.